ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു. നമസ്കാരം. ഇന്ന് നമ്മൾക്ക് ഭഗവത്ഗീതയിലെ സാഖ്യയോഗത്തിലെ 51, 52, 53 ഈ 3 ശ്ലോകങ്ങൾ നോക്കാം. ആദ്യം 51-ാമത്തെ. കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷിണ ജന്മബന്ധവിനിർമുക്ത പദം ഗച്ഛന്ത്യനാമയം. ഇതാണ് ശ്ലോകം. ഇനി അതിൻ്റെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ബുദ്ധിയുക്ത, സുഖത്തിലും ദുഃഖത്തിലും സമബുദ്ധിയോട് കൂടിയവർ. കർമ്മജം, കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന, കർമ്മത്തിൽ നിന്ന് ജനിക്കുന്ന. ഫലം ത്യക്ത്വ എന്ന ഫലത്തെ ഉപേക്ഷിച്ച്. മനീഷിണ, ജ്ഞാനികളായിത്തീർന്ന. ജന്മബന്ധ വിനിർമുക്ത, ജന്മബന്ധത്തിൽ നിന്നും വിമുക്തരായി. അനാമയം പദം, ദുഃഖരഹിതമായ സ്ഥാനത്തെ, അത് മോക്ഷമാണ് ഉദ്ദേശിക്കുന്നത്. ഗച്ഛന്തി ഹി എന്ന് പറഞ്ഞാൽ നിശ്ചയമായും പ്രാപിക്കുന്നു. ഇനി അതിൻ്റെ വ്യാഖ്യാനം. ജ്ഞാനിയും, അർജുനനോട് ഭഗവാൻ പറയുന്നതാണ് സന്ദർഭം. ഭഗവാൻ പറയാണ്, ജ്ഞാനിയും യോഗയുക്തനായിട്ടുള്ള ഒരാൾ എത്ര തന്നെ കർമ്മം ചെയ്താലും എല്ലാ കർമ്മഫലങ്ങളെയും വിട്ട് കൈവല്യത്തെ, അതായത് മോക്ഷത്തെ പ്രാപിക്കുന്നു. ചെയ്യുന്ന കർമ്മങ്ങളൊന്നും തന്നെ അദ്ദേഹത്തെ ബാധിക്കുന്നില്ല എന്നുള്ള കാരണത്താൽ തന്നെ പിന്നീട് അദ്ദേഹത്തിന് ജനന മരണങ്ങൾക്കോ സുഖദുഃഖങ്ങൾക്കോ അതൊന്നും കാരണമാവുന്നില്ല. അതുമാത്രമല്ല, ജ്ഞാനസമ്പന്നനായിട്ടുള്ള ആ മഹാത്മാവ് നാശരഹിതവും ശാശ്വതവുമായിട്ടുള്ള ബ്രഹ്മപദത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ പറയുന്നത്, ജ്ഞാനിയും യോഗയുക്തനായിട്ടുള്ള ഒരാൾ ഈ ഭൂമിയിലെ എത്ര കർമ്മങ്ങൾ ചെയ്താലും എല്ലാ കർമ്മഫലങ്ങളെയും വിട്ട് അദ്ദേഹം കൈവല്യത്തെ പ്രാപിക്കുന്നതാണ് പറയുന്നത്. ചെയ്യുന്ന കർമ്മങ്ങളൊന്നും തന്നെ ഒന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. ആ കാരണത്താൽ പിന്നീട് അദ്ദേഹത്തിന് ജനന മരണങ്ങൾക്കോ സുഖദുഃഖങ്ങൾക്കോ ആയിട്ടുള്ള പ്രത്യേകിച്ചുള്ള കാരണങ്ങളുമില്ല. ജ്ഞാനസമ്പന്നനായിട്ടുള്ള അദ്ദേഹം എന്താ ചെയ്യുക? ശാശ്വതവും നാശരഹിതവുമായിട്ടുള്ള ബ്രഹ്മപദത്തെ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ഈ ജന്മങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായത് മനുഷ്യജന്മമാണ്. ആ മനുഷ്യജന്മം പോലും ബന്ധനമാകാമെന്നാണ് അധ്യാത്മവിദ്യയിൽ പറയുന്നത്. അതിന് കാരണം എന്താ പറയുന്നത് വെച്ചാൽ, ഈ ഞാൻ ആണ് ഈ ശരീരം എന്ന് പറഞ്ഞാൽ ഞാനാണെന്നുള്ള ഒരു തോന്നൽ, അതിൽ നിന്ന് നമുക്കുണ്ടാവുക എന്താ? ഈ ഞാൻ, എൻ്റെ, എനിക്ക് എന്നുള്ള ആ പരിഗണനകൾ അതിൻ്റെ കൂടെ ഉണ്ടാവും. ഇതൊക്കെ തന്നെയാണ് ഈ ബന്ധനത്തിന് കാരണമാവുന്നത്. ശരിക്കും ജീവൻ എന്ന് പറയുന്നത് പ്രപഞ്ച ജീവൻ്റെ ഒരു അനുരണനം തന്നെയാണ്, അല്ലെങ്കിൽ പ്രപഞ്ച ജീവൻ തന്നെയാണെന്നും നമുക്ക് പറയാം. കടലിനെ ശ്രദ്ധിക്കുക. ഈ തിരകൾ വന്നിട്ട് എന്താ ചെയ്യണത്? തീരത്തോടെടുത്തിട്ട് വീണ്ടും അത് കടലിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും, നമ്മളുടെ ജീവൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം തന്നെയാണ്. നമ്മളിലും എന്താ വെച്ചാൽ ഈ ആത്മജ്ഞാനം എന്നുള്ള ഒരു ബീജം ഉണ്ടാവുന്നത് ഇതുപോലെയാണ്. നമുക്ക് ഭഗവാനിൽ ലയിക്കലാണ് നമ്മുടെ ജീവൻ്റെ, ഈ മനുഷ്യജീവൻ്റെ പരമമായിട്ടുള്ള ഒരു ലക്ഷ്യം. അത് ഉപമിക്കണത് ഈ തിര കടലിൽ തന്നെ ലയിച്ച് ചേരണ പോലെ നമ്മളും ബ്രഹ്മത്തിൽ ലയിക്കണം. അത് പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ മനുഷ്യർക്ക് മാത്രമേ പരമാത്മാവുമായിട്ടുള്ള താതാത്മ്യം പ്രാപിച്ചിട്ട് ആനന്ദം അനുഭവിക്കാനുള്ള ആ ഒരു ടെൻഡൻസി, ആ ഒരു പ്രവണത മനുഷ്യർക്ക് മാത്രമേ ഭൂമിയിൽ കണ്ടുവരുന്നുള്ളൂ. ഈ കാര്യത്തിൽ നമ്മുടെ പ്രേരണയും ലക്ഷ്യവും എല്ലാം ഈ ആത്മാവബോധം തന്നെയാണെന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ അടുത്ത ശ്ലോകം 52. യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. അർത്ഥം നോക്കാം വാക്കുകളുടെ. യഥാ എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ, തേ എന്ന് പറഞ്ഞാൽ നിൻ്റെ, മോഹകലിലം അവിവേകരൂപമായിട്ടുള്ള കാലുഷ്യത്തെ, അതെന്താണ്? താൻ ശരീരമാണ് എന്നുള്ള ആ മിഥ്യാബോധത്തെയാണ് ഉദ്ദേശിക്കുന്നത്. വ്യതിതരിഷ്യതി എന്ന് പറഞ്ഞാൽ കടക്കുന്നത്. തഥാ അപ്പോൾ. ശ്രോതവ്യസ്യ എന്ന് പറഞ്ഞാൽ ഇനി കേൾക്കേണ്ടവയിലും. ശ്രുതസ്യ ച എന്ന് പറഞ്ഞാൽ ഇതേവരെ കേട്ടതിലും. നിർവേദം വൈരാഗ്യത്തെ.
ഗന്ധാ അസി എന്ന് പറഞ്ഞാൽ നീ പ്രാപിച്ചവനായി തീരും. ഭഗവാൻ പറയാണ്, എത്രയൊക്കെ കേട്ടാലും അർജുന, നിന്റെ ബുദ്ധി നിർമ്മലമാവാതിരിക്കുന്നിടത്തോളം കാലം ഒരു പ്രയോജനവും നിനക്കുണ്ടാവില്ല എന്നാണ് പറയുന്നത്. ബുദ്ധി എപ്പോഴും നിർമ്മലമായിരിക്കണം. അങ്ങനെ ആവാതെ എന്തൊക്കെ കേട്ടാലും പഠിച്ചാലും നിനക്കതൊരു പ്രയോജനവും ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ പറയണേ. ഒരാളുടെ ജീവിതം 3 സ്റ്റേജ് ഉണ്ടല്ലോ, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഈ 3 അവസ്ഥാത്രയങ്ങളിലൂടെയാണ് നിലനിൽക്കുന്നത്. ഈ അവസ്ഥാത്രയങ്ങൾ എന്ന് പറയുന്നത് സത്യമല്ല, ബുദ്ധിയുടെ വൃത്തികൾ മാത്രമാണ് ഈ അവസ്ഥാത്രയങ്ങൾ. സ്വപ്നം, ജാഗ്രത്, സുഷുപ്തി തുടങ്ങിയ 3 അവസ്ഥകൾ. ഈ ആത്മാവിനാണെങ്കിലോ ബുദ്ധിയുടെ ഈ പ്രവൃത്തികളെയൊന്നും അതുമൂലം ഉണ്ടായിട്ടുള്ള അവസ്ഥകൾക്ക് സാക്ഷി മാത്രമാണ് ആത്മാവ്. അല്ലാതെ അവസ്ഥകളിൽ ഈ ആത്മാവിന് ഒരു റോളും ഇല്ല. വെറും സാക്ഷിഭാവത്തിലാണ് ആത്മാവ് ഈ 3 അവസ്ഥാത്രയങ്ങളിലും നിലനിൽക്കുന്നത്. അതിൽ ഒരിക്കലും മുഴുകില്ല ആത്മാവ്. എല്ലാ അറിവും ആത്മാനുഭവം ഉണ്ടാകുന്നതിനുള്ള ഒരു പൂവ് മാത്രമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ നിന്ന് ആത്മാനുഭവം എന്ന ഒരു കായ ഉണ്ടാവും. കായ ഉണ്ടായാലോ പൂ കൊഴിയുന്നു. ലക്ഷ്യം പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ശ്രുതിയുമായിട്ട് നമുക്ക് യോജിക്കലാണ് നമ്മുടെ മനുഷ്യജീവൻ്റെ. അത് ഭഗവാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അധ്യാത്മവിദ്യ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ ഭഗവത്ഗീത മാത്രം മതി എന്നാണ് ഇതിൽ ഇൻഡയറക്റ്റായിട്ട് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം എന്താണ്? പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ശ്രുതിയായിട്ട് യോജിക്കില്ല. അതിനുള്ള എല്ലാ സൂത്രങ്ങളും എല്ലാ അറിവുകളും നമുക്ക് ഈ ഭഗവത്ഗീതയിൽ നിന്ന് തന്നെ ലഭിക്കും. ഇനി അടുത്ത ശ്ലോകം 13. ശ്രുതി വിപ്രതിപന്നാദേ യഥാ സ്ഥാസ്യതി നിശ്ചലം സമാധാവചലാ ബുദ്ധി തഥാ യോഗമവാപ്സ്യസി. വാക്കുകളുടെ അർത്ഥം: ശ്രുതി വിപ്രതിപന്ന, ലൗകികമായിട്ടും വൈദികമായിട്ടൊക്കെ പലതും കേട്ടതിനാൽ എന്താണ് ലക്ഷ്യമെന്നറിയാതെ കലങ്ങിയിരിക്കുന്ന, പലതും കേൾക്കുമ്പോൾ നമ്മൾക്ക് ഏതാണ് ശരി, ഏത് തെറ്റ്, ഏത് സ്വീകരിക്കണമെന്ന് അറിയാത്തൊരവസ്ഥ ഉണ്ടാവുമല്ലോ. അതാണ് പറയുന്നത്. തേ ബുദ്ധി എന്ന് പറഞ്ഞാൽ നിൻ്റെ ബുദ്ധി, യഥാ എപ്പോഴാണോ, സമാധോ ആത്മാവിൽ, അചലം അചല എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട്, സ്ഥാസ്യതി ഉറച്ചു നിൽക്കുന്നത്, തഥാ അപ്പോൾ, അവാപ്സ്യസി നീ പ്രാപിച്ചവനായിത്തീരും. ഇനി എൻ്റെ വ്യാഖ്യാനം നോക്കാം. ലൗകികമായിട്ടും വൈദികമായിട്ടൊക്കെ അനേക പാഠങ്ങൾ കേട്ടതിനാൽ കലങ്ങിയിരിക്കുന്ന നിൻ്റെ ബുദ്ധി എപ്പോഴാണ് അചഞ്ചലമായി പരമാത്മാവിൽ നിലനിൽക്കുന്നത്, അപ്പോൾ നീ യോഗത്തെ പ്രാപിക്കും. അതുവരെ നിനക്കിത് സാധിക്കില്ല എന്നാണ് ഭഗവാൻ അർജുനനോട് പറയാണ്. ലൗകികമായിട്ടും വൈദികമായിട്ടൊക്കെ ഒരുപാട് പാഠങ്ങൾ നീ ഇപ്പോൾ കേട്ടു. അപ്പോൾ നിൻ്റെ ബുദ്ധി ആകെ കലങ്ങിയിരിക്കുകയാണ്, തെളിയണം. നിൻ്റെ ബുദ്ധി എപ്പോഴാണ് സ്ഥിരമായിട്ട് പരമാത്മാവിൽ നിൽക്കുന്നത്, അപ്പോൾ നീ യോഗത്തെ പ്രാപിക്കും. യോഗസ്ഥനായിട്ട് കർമ്മം ചെയ്യുമ്പോഴാണ് ഒരാൾ കർമ്മയോഗിയായിത്തീരുന്നത്. കർമ്മയോഗി എല്ലാ കർമ്മബന്ധനങ്ങളിൽ നിന്നും നിവൃത്തനും മുക്തനുമാണ്. കർമ്മയോഗി എന്ന് പറഞ്ഞാൽ അവർക്ക് കർമ്മബന്ധനങ്ങളൊന്നുമില്ല, അതിൽ നിന്നൊക്കെ മുക്തനാണ്. ഇത്രയൊക്കെ ഭഗവാൻ പറഞ്ഞത് കേട്ടിട്ട് അർജുനൻ ചോദിക്കുന്നത് നമുക്ക് നാളെ നോക്കാം. അപ്പോൾ നന്ദി, അടുത്ത ദിവസം കാണാം.